ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിന്ന് കാണാൻ പോകുന്നത് മസ്റ്റ് ഡേറ്റ് ദ പ്ലേ ബോയ് എന്ന സീരീസിലെ 27th എപ്പിസോഡാണ്. ഈ എപ്പിസോഡിന് വേണ്ടിയിട്ട് എല്ലാവരും കട്ട വെയിറ്റിംഗ് ആണെന്ന് അറിയാം. അതുകൊണ്ടാണ് ഈ എപ്പിസോഡ് ഇപ്പോൾ തന്നെ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എപ്പിസോഡിലേക്ക് കിടക്കാം. അപ്പോൾ ഈ എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മുടെ താരേനെയാണ് കാണിക്കുന്നത്. അപ്പോൾ അവളുടെ അടുത്തേക്ക് കൗശി വരുന്നുണ്ട്. എന്നിട്ട് കൗശി അവളോട് പറയാണ്, നിന്നെ സെയിൻ കോൾ ചെയ്തായിരുന്നോ എന്നൊക്കെ. പിന്നെ കൗശി അവളോട് ഒരു ഹെൽപ്പ് ചെയ്യുമോ എന്നൊക്കെ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. നീ എനിക്ക് വേണ്ടിയിട്ടൊന്ന് സെയിനോട് സംസാരിക്കാവോ എന്നൊക്കെ കൗശി താരയോട് ചോദിക്കുന്നുണ്ട്. പക്ഷെ അപ്പോൾ താര തിരിച്ച് കൗശിനോട് പറയുന്നുണ്ട്, ഞാനും ജഗനും ഓൾറെഡി കമ്മിറ്റഡ് ആണ്. അത് ഒഫീഷ്യലി ഞങ്ങൾ സോഷ്യൽ മീഡിയാസിലൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലും വലുതായിട്ട് ഞാൻ നിനക്ക് വേണ്ടി എന്തിട്ടാണ് ചെയ്തു തരേണ്ടത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ ജഗൻ കടന്നു വരികയാണ്. എന്നിട്ട് ജഗൻ താരേനെ ബേബി എന്നൊക്കെ ഭയങ്കര സ്വീറ്റായിട്ട് വിളിച്ചിട്ടാണ് കടന്നു വരുന്നത്. എന്നിട്ട് ജഗൻ താരേനോട് ഐ മിസ് യു എന്നൊക്കെ ഭയങ്കര സ്വീറ്റായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ താരൻ തിരിച്ച് ഐ മിസ് യു ടു എന്നൊക്കെ റിപ്ലൈയും കൊടുക്കുന്നുണ്ട്. കൗശി അന്നേരം ഭയങ്കര എക്സൈറ്റ്മെൻറ്റോട് കൂടി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ രണ്ടുപേരും ശരിക്കും റിലേഷൻഷിപ്പിലാണോ എന്നൊക്കെ ഭയങ്കര ഡൗട്ടൊക്കെ അടിച്ചിട്ട് ഭയങ്കരമായിട്ട് ചോദിക്കുന്നുണ്ട്. അതുകൂടാണ്ട് അപ്പുറത്ത് നമ്മുടെ ജെയിൻ ഇതൊക്കെ കണ്ട് അവിടെ നോക്കി നിൽക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ ജഗൻ വന്നിട്ട് താരേനെ പിടിച്ച് കറക്കി അവൻ്റെ അടുത്തേക്ക് ഇങ്ങനെ ചേർത്ത് നിർത്തുന്നുണ്ട്. അപ്പം താരയ്ക്കാകെ സംശയമായി. താര എന്താ ഇത് എന്നുള്ള രീതിയിൽ ജഗനോട് ചോദിക്കുന്നുണ്ട്. പിന്നെ താരേനോട് പറയുകയും ചെയ്യുന്നുണ്ട്, എനിക്കിത് കൗശീനെ വിശ്വസിപ്പിക്കണം. ആൻഡ് ഓൾസോ അവിടെ ജെയിൻ നിന്നെ നോക്കുകയും ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ ജെയിൻ ആകെ ഭയങ്കര സാഡായിട്ട് അവിടുന്ന് പോവാണ്. എന്നിട്ട് കൗശി എനിക്ക് വേണ്ടി ജെയിനോട് സംസാരിക്കണം എന്നൊക്കെ താരയോട് പറയുന്നുണ്ട്. എന്നിട്ട് അവിടുന്ന് പോവാണ്. അപ്പോൾ താര ജഗനോട് പറയാണ്, ഇങ്ങനെയൊക്കെ നടന്നത് ഞാൻ കാരണമാണ്. അപ്പോൾ ജഗൻ അവളെ ഭയങ്കരമായിട്ട് ആശ്വസിപ്പിക്കുന്നുണ്ട്, നീ കാരണമൊന്നുമല്ല എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ താര ജഗനോട് ചോദിക്കുകയാണ്, നീ ജെയിനോട് എന്താ പറഞ്ഞേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ജഗൻ തിരിച്ചു പറയാണ്, ഞാൻ നിന്നെ ജെയിൻ നോക്കിയതിനേക്കായി നന്നായിട്ട് നോക്കും, പിന്നെ എന്നും ഞാൻ അവളുടെ കൂടെ ഉണ്ടാവും എന്നൊക്കെയാണ് ഞാൻ ജെയിനോട് പറഞ്ഞേ എന്ന് പറയാണ്. അപ്പോൾ താര തിരിച്ച് ചോദിക്കുന്നുണ്ട്, അപ്പോൾ ജെയിൻ എന്താ റിപ്ലൈ പറഞ്ഞേന്നുള്ളത്. അവൻ അവിടെ നിന്നൊന്നും പറയാണ്ട് സാഡായിട്ട് പോയി എന്നാണ് ജഗൻ തിരിച്ച് റിപ്ലൈ പറയണത്. ഇത് കേട്ടപ്പോൾ താരയുടെ മനസ്സിലാകെ ഭയങ്കര സങ്കടം വരുന്നുണ്ട്. അവളുടെ മുഖം കണ്ടാൽ തന്നെ അറിയാം അവൾക്ക് ഭയങ്കര ഫീലായി എന്നുള്ളത്. പിന്നെ കാണിക്കുന്നത് താര ഇങ്ങനെ ക്ലാസ്സിലേക്ക് നടന്നു വരുന്നതാണ്. ഇങ്ങനെ നടന്നു വരുമ്പോൾ താരനെ പെട്ടെന്ന് പുറകിൽ നിന്ന് പിടിച്ച് വലിക്കേണ്ട ഒരാൾ. അത് വേറെ ആരുമല്ല, നമ്മുടെ ജെയിൻ തന്നെയാണ്. എന്നിട്ട് ജെയിൻ താരയോട് ചോദിക്കുന്നുണ്ട്, നീ എന്തൊക്കെയാണ് ചെയ്യുന്നത്? അപ്പോൾ താര തിരിച്ചു പറയുന്നുണ്ട്, നീ കൗശീനെയല്ലേ ഇഷ്ടപ്പെട്ടത്? കൗശിക്ക് വേണ്ടിയിട്ടല്ലേ നീ ഇതെല്ലാം ചെയ്തതും? ഞാനല്ലേ ഇതൊന്നും അറിയാണ്ട് നിങ്ങളുടെ ഇടയിലേക്ക് വന്നത്. ഇതൊക്കെ എൻ്റെ തെറ്റാ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ ഇടയിലേക്ക് വരില്ല. ഇനി നിനക്ക് കൗശീനെ തന്നെ സ്നേഹിക്കാം, അതിന് ഞാനൊരു തടസ്സമായിട്ട് നിൽക്കത്തുമില്ല എന്നൊക്കെ താര പറയാണ്. അപ്പോൾ ജെയിൻ താരനോട് ദേഷ്യപ്പെടാണ്. എന്നിട്ട് ജെയിൻ പറയുന്നുണ്ട്, നീയല്ലേ എന്നോട് അങ്ങനെയൊക്കെ ചെയ്തത്, ഞാൻ മാത്രമല്ലല്ലോ. അന്നേരം താര ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടിട്ട് അവനോട് പറയാണ്, നീ എന്നോട് അങ്ങനെ സംസാരിക്കരുത്, നീ എൻ്റെ ബോയ് ഫ്രണ്ട് അല്ല എന്ന് പറയാണ്. അപ്പം ജെയിൻ കരഞ്ഞുകൊണ്ടൊക്കെയാണ് പറയണത് താരേനോട്, ഞാൻ ഇങ്ങനെ ഇതുവരെ ഒരാളെ മീറ്റ് ചെയ്തിട്ടില്ല, ഇങ്ങനെ ഒരു ലവ് എൻ്റെ ലൈഫിൽ എനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ വളരെ റോങ് ആണ് താര. നീ എൻ്റെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. നീ എന്നെ വിട്ടുപോകുമെന്ന് ഞാൻ ഒരിക്കലും ഇമാജിൻ ചെയ്തിട്ടുകൂടിയില്ല. പക്ഷേ ഈ 2 ആഴ്ച നമ്മുടെ ലൈഫിൽ തന്നെ എല്ലാം വലിയൊരു കാര്യമായിരുന്നു. എനിക്ക് നിൻ്റെ കൂടെ ഒരു ദിവസം സന്തോഷമായിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട് എന്നൊക്കെ പറയാണ് ജെയിൻ. അപ്പം താര മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, എനിക്ക് നിൻ്റെ കൂടെ എല്ലാം മറന്ന് സ്നേഹിക്കണം എന്നൊക്കെ താര ഇങ്ങനെ മനസ്സിലിങ്ങനെ വിചാരിക്കുകയാണ്. നെക്സ്റ്റ് സീൻ കാണിക്കുന്നത് താരയും ജെയിനുമായിട്ടുള്ള ലാസ്റ്റ് ഡേ ആണ്. അങ്ങനെ രാവിലെ തന്നെ താര എണീറ്റ് കുളിച്ച് ഫ്രഷായിട്ട് നല്ല സുന്ദരിയായിട്ട് റെഡിയായിട്ട് അവൾ ഭയങ്കര ഹാപ്പി ആയിട്ട് താഴത്തേക്ക് വരാണ്. അപ്പം താഴത്തേക്ക് വരുമ്പോൾ ബോബി അവിടെ നിൽക്കുന്നുണ്ട്. ബോബി വന്നിട്ട് താരേനോട് സംസാരിക്കുന്നുണ്ട്, പാസ്പോർട്ടൊക്കെ എടുത്തോ എന്നുള്ള രീതിയിൽ. അപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇവരെവിടെയോ
ദൂരേക്കാണ് ട്രിപ്പ് പോണത്. സെയിൻ അവൾക്ക് ദൂരെ എവിടെയോ ആണ് ട്രിപ്പ് പ്ലാൻ ചെയ്തേക്കണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ താര കാറിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ബോബി കാറൊക്കെ തുറന്നു കൊടുക്കാണ്. കാറെന്നൊക്കെ പറഞ്ഞാൽ നല്ല അടിപൊളി കാറാണ്. താരോട്ട് എക്സ്പെക്ട് ചെയ്യാത്ത ഒരു രീതിയിലൊരു ലെവലിലുള്ളൊരു കാറൊക്കെയാണ് ഗൈസ്. എന്നിട്ട് കാറിലേക്ക് കയറി കഴിയുമ്പോൾ അവിടെ ഒരു ബൊക്കയും ഒരു ലെറ്ററൊക്കെ ഉണ്ടാവും. ആ ലെറ്ററിൽ വെൽക്കം ടു അവർ മോംസ് പ്ലീസ് എന്നൊക്കെയാണ് എഴുതിയിട്ടുണ്ടാവുക. അത് സെയിൻ്റെ ഒരു വെൽക്കം ലെറ്റർ ആയിരുന്നു താരയ്ക്ക് വേണ്ടിയിട്ടുള്ളത്. അങ്ങനെ പിന്നെ കാണിക്കുന്നത് താര ഫ്ലൈറ്റിൽ കയറി അത് കഴിഞ്ഞിട്ട് താരേനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സെയിൻ്റെ ഡ്രൈവർ വരുന്നതാണ്. അങ്ങനെ സെയിൻ്റെ ഡ്രൈവർ താരേനെ പിക്ക് ചെയ്ത് പോണ വഴിക്ക് താരയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫേവറേറ്റ് ആയിട്ടുള്ള ചോക്ലേറ്റ് കുക്കീസൊക്കെ ഡ്രൈവർ താരേൻ്റെ കയ്യിൽ കൊടുക്കുകയാണ്. അപ്പം അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം സെയിൻ താരേനെ എത്ര കെയർ ചെയ്യുന്നുണ്ട്, താരേൻ്റെ ആഗ്രഹങ്ങളൊക്കെ എന്താണെന്ന് സെയിൻ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ താരേനെ ആ ഒരു പ്ലേസിൽ ഡ്രോപ്പ് ചെയ്യാണ്. അങ്ങനെ അവിടെ ചെന്ന് കഴിയുമ്പോൾ സെയിൻ താരേനെ ഭയങ്കര എന്താ പറയുക, താരേനെ ഭയങ്കരമായിട്ട് ഇൻവൈറ്റ് ചെയ്യാണ്. താര ഭയങ്കര ഹാപ്പി ആയിട്ടാണ് സെയിൻ്റെ അടുത്തേക്ക് സംസാരിച്ചുകൊണ്ട് ചെല്ലണത്. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി ആ പ്ലേസിലേക്ക് കയറി ചെന്ന് ഡോറ് ക്ലോസ് ചെയ്യണതാണ്. അങ്ങനെയാണ് ഈ ഒരു എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യണത്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് നമ്മളൊരു എക്സൈറ്റിംഗ് മൊമെന്റിലേക്കാണ് കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് പിന്നെ കാണുന്നതായിരിക്കും. അതുവരേക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് പിന്നെ കാണുന്നതായിരിക്കും. ടാറ്റ, ബൈ ബൈ, സീ യു.